ഇന്നേ ദിവസം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനും എൻ്റെ ആത്മീയ ഗുരുവുമായ ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചനോടൊത്ത് ഈ സുദിനത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഇവിടെ എത്തിയ എല്ലാ സഹവൈദികരെ, മഞ്ഞാക്കലച്ചൻ്റെ ബന്ധുമിത്രാദികളെ, ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, MSFS സഭയുടെ നാമത്തിലും സൗത്ത് വെസ്റ്റ് ഇന്ത്യ പ്രോവിൻസിൻ്റെ നാമത്തിലും ഈ കാരിസ് ഭവൻ സമൂഹത്തിൻ്റെ നാമത്തിലും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നാമത്തിലും ആദ്യമായി തന്നെ നമ്മുടെ പ്രിയങ്കരനായ മഞ്ഞാക്കലച്ചന് സുവർണ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചു കൊള്ളുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി അച്ഛന്മേൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്നും അച്ഛൻ ഉറപ്പ് നൽകുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആർമിയുടെ ഒരു പരസ്യം ഞാൻ കാണുവാനിടയായി. ആർമിയിൽ ചേരൂ, ലോകത്തെ കാണൂ എന്ന്. ആർമിയിൽ ചേരൂ, ഒരു പട്ടാളക്കാരൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണൂ എന്ന്. 50 വർഷങ്ങൾക്ക് മുമ്പ് MSFS മിഷണറി വൈദികനായി ഒരു MSFS മിഷണറി വൈദികൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും സേവിക്കുകയും ചെയ്യൂ എന്നുള്ള ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ മഞ്ഞാക്കലച്ചൻ മുന്നോട്ടെടുത്തു വച്ച ആ വലിയ ഒരു തീരുമാനത്തിൻ്റെ ആഘോഷമാണ് നാം എല്ലാവരും ഇന്ന് അച്ഛനോടൊത്ത് ആഘോഷിക്കുന്നത്. ആ യാത്രയുടെ അനുസ്മരണം ഏതെല്ലാം ദേശങ്ങളിലൂടെ എത്രയെല്ലാം മനുഷ്യരുടെ അടുത്തുകൂടെ കടന്നുപോയി എന്ന് ഇന്ന് നമുക്കെല്ലാവർക്കും ചിന്തിക്കുന്നതിനും ഓർമ്മിക്കുന്നതിനും ഒരവസരമാണ്. 1975 ഞാൻ SFS സെമിനാരി മൈനസ് സെമിനാരിയിൽ വരുമ്പോൾ ഒക്കേഷൻ പ്രൊമോട്ടറായിട്ട് ഒരു പഴയ ബുള്ളറ്റിൽ ചീറിപ്പാഞ്ഞ് നടക്കുന്ന ഒരു യുവ വൈദികൻ്റെ ചിത്രമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. മഞ്ഞാക്കലച്ചനെ പറ്റി ഓർക്കുമ്പോൾ സാധാരണ ഒരു വർഷം 20-25 വൈദിക വിദ്യാർത്ഥികൾ സെമിനാരിയിൽ വന്നിരുന്ന കാലത്ത് ഞങ്ങളുടെ ആ വർഷം തന്നെ 56 വൈദിക വിദ്യാർത്ഥികളെ സെമിനാരിയിലേക്ക് കൊണ്ടുവരുവാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായി അന്ന് മഞ്ഞാക്കലച്ചൻ അറിയപ്പെട്ടു. ഇന്ന് മോട്ടോർ സൈക്കിളിൽ പാറി നടക്കുവാൻ കഴിവില്ലെങ്കിൽ ഒരു വീൽ ചെയറിൽ യഥാർത്ഥത്തിൽ ബന്ധിതനായി ഇരിക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത അത്രയും ലോകത്തിൻ്റെ ഓരോ ദിക്കിലും ദിശയിലും ഈ വീൽ ചെയറിലൂടെ സഞ്ചരിക്കുന്നതിനും ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നതിനും ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു സ്പർശനമായി മനുഷ്യകരങ്ങളിലൂടെ ഒരു സ്പർശനമായി പകർന്നു കൊടുക്കുന്നതിനും കഴിയുന്ന ഒരു മഞ്ഞാക്കലച്ചനെ ആണ് നാം ഇന്നേ ദിവസം ആഘോഷിക്കുന്നത്. ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ച അച്ഛൻ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു അഭിമാനമാണ്, ഞങ്ങൾക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്, ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ഉത്തേജനമാണ്, ഞങ്ങൾക്കെല്ലാവർക്കും പലപ്പോഴും അച്ഛൻ്റെ ജീവിതം ഒരു വെല്ലുവിളിയാണ്. 50 കൊല്ലത്തെ ജൂബിലി ആഘോഷിച്ച ഒരു വൈദികനോട് ഒരു സഹവൈദികൻ ചോദിച്ചു, അച്ഛൻ്റെ ഈ 50 വർഷത്തെ വൈദിക ജീവിതത്തിൽ നിന്ന് അച്ഛൻ പൗരോഹിത്യത്തെ പറ്റി എന്താണ് ഞങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്, സാധിക്കുന്നത് എന്ന്. അച്ഛനെ പൗരോഹിത്യത്തെ ഈ 50 കൊല്ലത്തെ ജീവിതാനുഭവത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ വിലയിരുത്തുമെന്ന്. ആ അച്ഛൻ പറഞ്ഞു, we all priests
serve a mystery. And we are still learning and growing into it. ഒരു പരമരഹസ്യത്തെയാണ് നാം ഓരോരുത്തരും സേവിക്കുന്നത്. നാം ഓരോരുത്തരും ആ പരമരഹസ്യത്തിലേക്ക് വളരുന്നതിനും അതിനെ മനസ്സിലാക്കുന്നതിനും ശ്രമിക്കുകയാണ്. ഈ 50 വർഷക്കാലത്തിലും അതിനൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്ന് ആ വൈദികൻ പറയുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 31-ാം വചനം പറയുന്നുണ്ട്, ദൈവരാജ്യം ഒരു കടുകുമണി പോലെയാണ് എന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കടുകുമണിയുടെ രൂപത്തിലാണ് ഈ പരമരഹസ്യം ഓരോ വ്യക്തിയിലും നിക്ഷേപിക്കപ്പെടുന്നത്, പൗരോഹിത്യ അഭിഷേകത്തിലൂടെ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വചനം പറയുന്നു, ഒരു ഗോതമ്പ് മണി മണ്ണിൽ വീണ് അഴുകി അലിഞ്ഞു ചേരാതെ ഫലം പുറപ്പെടുവിക്കുവാനോ പുതിയ ജീവിതം കൊടുക്കുവാനോ സാധിക്കുകയില്ല എന്ന്. ഈ ചെറിയ കടുകുമണിയായി സ്വീകരിച്ച ആ പൗരോഹിത്യം എന്ന ദിവ്യരഹസ്യം ഇന്ന് മഞ്ഞാക്കലച്ചലിലെ 50 വർഷക്കാലം കൊണ്ട് ഒരു പടുമരമായി വളർന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് അതിൻ്റെ കീഴിൽ വിശ്രമിക്കുന്നതിനും അനുഗ്രഹങ്ങൾ തേടുന്നതിനും ദൈവത്തിൻ്റെ സ്പർശനം സ്വീകരിക്കുന്നതിനും സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരും അഭിമാനത്തോടെ ഇന്നേ ദിവസം ഓർക്കുന്നത്. ഇന്നേ ദിവസം നമുക്ക് പൗരോഹിത്യത്തെ പറ്റി മഞ്ഞാക്കലച്ചോടൊപ്പം ഒരു അല്പസമയം വിചിന്തനം നടത്തുന്നത് എപ്പോഴും എന്തുകൊണ്ടും നന്നായിരിക്കും. നമുക്കറിയാം, പൗരോഹിത്യം എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് ഒരു വ്യക്തി ആയിത്തീരുന്ന ഒരു സംഭവമല്ല. പൗരോഹിത്യ അഭിഷേകത്തിലൂടെ ഒരു വ്യക്തി പൗരോഹിത്യം എന്ന ഒരു പാതയിലേക്ക്, തുറന്ന ഒരു വാതിലിലേക്ക് ആനയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ വഴി എങ്ങനെയുള്ളതാണ് എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന സഹവൈദികർ ഓരോരുത്തരും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ ഒരു പരിധിവരെയെങ്കിലും അനുഭവിച്ചു കാണും. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളും ഒരു വൈദികൻ എങ്ങനെയാണ് ആ പാതയിലൂടെ ചരിക്കുന്നതെന്നും ചരിക്കേണ്ടതെന്നും ഒരു പരിധിവരെയെങ്കിലും മനസ്സിലാക്കി കാണും. നാം അല്പം കൂടി ചിന്തിക്കുകയാണെങ്കിൽ ഒരു പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രവാചകന്റെ വഴിയാണ്. 1-ാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു വലിയ സംഭവമുണ്ട്. ഏലിയ പ്രവാചകൻ എലീഷ എന്ന ഒരു യുവാവിൻ്റെ മുകളിലേക്ക് തൻ്റെ പ്രവാചക മേലങ്കി എടുത്തെറിയുന്ന ആ രംഗം നമുക്കെല്ലാവർക്കും അറിയാം. എലീഷ ഒരിക്കലും ഒരു പ്രവാചകനാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല. എലീഷ തൻ്റെ ഉഴകൊണ്ട് വരുന്ന കാളകളെ വിട്ടിട്ട് ഓടിച്ചെന്ന് ഏലിയായോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പോയി എൻ്റെ മാതാപിതാക്കളെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് വന്ന് നിന്നെ അനുഗമിച്ചാൽ മതിയോ എന്ന്. ഏലിയ പ്രവാചകൻ പറയുന്നുണ്ട്, നിന്നോട് ഞാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ, നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് എന്താണ് നീ ചെയ്യുക എന്ന്. എലീഷ എന്ന യുവാവ് തിരിച്ചുപോയി തൻ്റെ കാളകളെ കൊന്ന് കലപ്പ കൊണ്ട് തീയുണ്ടാക്കി ഭക്ഷണമുണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്ത് ഏലിയ പ്രവാചകനെ അനുഗമിച്ചു എന്ന് പറയുന്നുണ്ട്, നാം വായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? തൻ്റെ കാളകളെ കൊന്ന് ഒരു വിരുന്നുണ്ടാക്കി കൊടുത്തത് കൊണ്ട് എലീഷ നമ്മളോട് പറയുന്ന രഹസ്യം എന്താണ്? ഒരു പ്രവാചകന്, ഒരു പുരോഹിതന് ഒരു കാരണവശാലും എന്തെങ്കിലും ത്യജിക്കാതെ എന്തെങ്കിലും എവിടെയെങ്കിലും മുറുകെ പിടിക്കുവാൻ കണക്കാക്കിക്കൊണ്ട് ഒരു പ്രവാചക ജീവിതത്തിൽ, ഒരു പൗരോഹിത്യ ജീവിതത്തിൽ ഇറങ്ങിപ്പുറപ്പെടുവാൻ സാധിക്കുകയില്ല എന്ന്. അത് കഴിഞ്ഞ് നാം വായിക്കുന്നുണ്ട് 2-ാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം തുടക്കം മുതൽ ഏലിയ പ്രവാചകനെ അനുഗമിക്കുന്ന എലീഷ ബേത്തേലിൽ വരുമ്പോൾ, ഗിൽഗാലിൽ വരുമ്പോൾ, ജെറീക്കോയിൽ വരുമ്പോൾ പലതര പരീക്ഷണങ്ങളും പലതര കൂട്ടുകാരാലും ഇനി എന്തിനു നീ മുന്നോട്ട് പോകുന്നു, വയസ്സനായ നിന്റെ ഗുരു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ പോവുകയല്ലേ, നീ എന്തിന്
വിഡ്ഢിയായി ആ മനുഷ്യൻ്റെ പുറകെ പോകുന്നു എന്ന്. ദൈവമാണേൽ ഞാൻ പറഞ്ഞ വാഗ്ദാനമാണെങ്കിൽ എൻ്റെ ഗുരുവിനെ ഞാൻ എന്നും ജീവിതാവസാനം വരെ എനിക്ക് അനുഗ്രഹം സിദ്ധിക്കുന്നത് വരെ ഞാൻ അനുഗമിക്കുമെന്ന് പറയുന്ന ആ എലീഷ പ്രവാചകൻ ഒരു പുരോഹിതൻ്റെ മാതൃകയാണ്. നമുക്കറിയാം, നമുക്ക് മഞ്ഞാക്കലച്ചൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ 50 വർഷക്കാലം എന്തെല്ലാം തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ആ അച്ഛൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, എന്തെല്ലാം പിന്തിരിപ്പ് പ്രചോദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, തന്നെ വിളിച്ച തൻ്റെ ക്രിസ്തുവായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മഞ്ഞാക്കലച്ചൻ എന്നും ഉരുവിടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ദൗത്യം, എനിക്ക് കിട്ടിയ വരം, ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ കൈമോശം വരാതെ മുറുകെ പിടിച്ച് ഒരു വൈദികനായി ജീവിച്ച് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതനായി മരിക്കുമെന്ന് തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ആ മഞ്ഞാക്കലച്ചൻ ജീവിച്ചു കാണിച്ച പ്രവാചക ദൗത്യം, പ്രവാചക വഴിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു പുരോഹിതനായി പഠിക്കുന്നതിനും ജീവിക്കുന്നതിനും ഉള്ള ഒരു മാതൃകയായി മഞ്ഞാക്കലച്ചൻ തന്നിരിക്കുന്നത്. രണ്ടാമതായി നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാം വചനം മുതൽ 19-ാം വചനം വരെ എബ്രാഹത്തിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ പ്രിയപുത്രൻ വളരെ കാലം നോമ്പ് നോറ്റിരുന്ന് കിട്ടിയ ആ പുത്രനെ എടുത്തുകൊണ്ട് മോറിയ മലയിലേക്ക് പോകുവാൻ യഹോവ എബ്രാഹത്തിനോട് പറയുന്ന ആ രംഗം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങളുണ്ടാകും. ജീവിതത്തിൻ്റെ ഓരോ പരിധിക്കിലും ഓരോ അനുഭവത്തിലും നാം ഇനി എന്തിന്, ഇനി എങ്ങോട്ട് എന്ന് ചോദിക്കുന്ന അവസരങ്ങൾ ധാരാളം ഉണ്ടാകും. ആ അനുഭവത്തിൽ നിന്ന് ഒരു പുരോഹിതനെയും മോചിപ്പിക്കുന്നില്ല. അപ്പോഴും എബ്രാഹിം നമുക്ക് കാണിച്ചു തന്ന ആ മോറിയായിലേക്കുള്ള ഒരു വഴിയുണ്ട്. മലമുകളിൽ ചെല്ലുമ്പോഴും ഇസ്ഹാക്കിനോട് എബ്രാഹിം പറയുന്ന ഒരു വചനമുണ്ട്, ദൈവം തരും, ദൈവം കാട്ടിത്തരുമെന്ന്. എനിക്കറിയാം, നമുക്ക് ഓരോരുത്തരോടും മഞ്ഞാക്കലച്ചന് പറയുവാൻ, തൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ട് പറയുവാന്ന ഒരു സന്ദേശമുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായാലും, ഏതെല്ലാം സന്ദർഭങ്ങളുണ്ടായാലും, ഉത്തരങ്ങളില്ലാതെ നാം ശങ്കിച്ചു നിൽക്കുമ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഉത്തേജിപ്പിക്കേണ്ട ഒരു വചനമാണ് ദൈവപരിപാലനയിൽ ഇതിനെല്ലാം ഒരു ഉത്തരമുണ്ട്, ദൈവം തരും എന്ന്. മൂന്നാമതായി, ഒരു പുരോഹിതന്റെ ജീവിതം അഭിഷേകത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നതാണ്. അഭിഷേകത്തിൻ്റെ വഴിയിലൂടെ പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അഹറോൻ എന്ന മഹാപുരോഹിതനെ അഭിഷേകം ചെയ്യുന്ന ആ രംഗം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അഭിഷേകം ചെയ്യുന്നത് തൈലമെടുത്ത് കൈകളിൽ പുരട്ടുകയോ നെറ്റിയിൽ പുരട്ടുകയുമാണ്. പക്ഷേ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, അഭിഷേകം ഈ തൈലമെടുത്ത്, വിശുദ്ധ തൈലമെടുത്ത് അഭിഷിക്തനാകേണ്ട വ്യക്തിയുടെ തലയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം അഹറോന്റെ തലയിലേക്ക് അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ തലയിൽ ഒഴുകി മുഖത്തുകൂടി താടിയിലൂടെ തൻ്റെ വിശുദ്ധ അങ്കിയിലൂടെ ഒഴുകി അതിൻ്റെ അറ്റത്ത് എന്ന് ഭൂമിയുടെ നാനാഭാഗത്തേക്കും ഒഴുകുന്ന ആ രംഗം. ആ അഹറോന്റെ മേലങ്കിയിൽ 2 വിശേഷണങ്ങളുണ്ടായിരുന്നു. തോൾപ്പട്ടയിൽ ഇസ്രായേൽകാരുടെ 12 ഗോത്രങ്ങളുടെയും പേരുകൾ എഴുതപ്പെട്ടിരുന്നു. തൻ്റെ ബ്രസ്റ്റ് പ്ലേറ്റ്, അതിൽ ഇസ്രായേൽ മക്കളുടെ പേരുകൾ ഒന്നും വിടാതെ മുഴുവനും എഴുതി പിടിപ്പിച്ചിരുന്നു. അതിലൂടെയാണ് ഈ വിശുദ്ധ തൈലം ഒഴുകിയത്. അതിലൂടെ നമ്മളോടെല്ലാം പറയുന്ന ഒരു സന്ദേശമുണ്ട്, ഓരോ പുരോഹിതനും തൻ്റെ അഭിഷേകത്തിലൂടെ തനിക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പേരുകൾ തോളിൽ പേറി തൻ്റെ ഹൃദയത്തിൽ മുദ്ര ചെയ്ത് അവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് അഭിഷേകം ചെയ്യുവാനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. മറ്റുള്ളവരെ അഭിഷേകം ചെയ്യുന്നതിലൂടെയാണ് പുരോഹിതന്റെ അഭിഷേകം വീണ്ടും വീണ്ടും
ശക്തിപ്പെടുന്നത്, അതിന് കൂടുതൽ കൂടുതൽ ആർജവമുണ്ടാകുന്നത്. നമുക്കറിയാം, മഞ്ഞാക്കലച്ചൻ്റെ ജീവിതത്തിൽ നാം നോക്കുകയാണെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ മഞ്ഞാക്കലച്ചൻ്റെ ഹൃദയത്തിൽ പേറി തോളിൽ വഹിച്ചുകൊണ്ട് ഈ വീൽ ചെയറിൽ ഇരിക്കുമ്പോഴും അവരെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി തീഷ്ണതയോടുകൂടി ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഏത് കാലാവസ്ഥയിലും തൻ്റെ പുരോഹിത ദൗത്യം നിറവേറ്റുന്നതിന് ഇന്നുവരെ യാതൊരു മടിയും കാണിക്കാതെ ഓടി നടക്കുന്ന ആ വ്യക്തിത്വത്തെ പൗരോഹിത്യം മറ്റുള്ളവരെ അഭിഷേകം ചെയ്യുന്നതിലൂടെ മാത്രം അർത്ഥപൂർണമാകുന്നു എന്ന് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ആ വ്യക്തിത്വത്തെയാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ജൂബിലി സമയത്ത് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന ഒരു ഇതുണ്ട്. ഈ 25 കൊല്ലക്കാലം കൊണ്ട് 50 കൊല്ലക്കാലം കൊണ്ട് ഈ വ്യക്തി എത്ര കെട്ടിടങ്ങൾ പണിതു, എത്ര ശിലാസ്ഥാപനങ്ങൾ നടത്തി, എത്ര കെട്ടിടങ്ങൾ ബ്ലസ് ചെയ്തു എന്നെല്ലാം. മഞ്ഞാക്കലച്ചൻ്റെ ജീവിതത്തിൽ നാം നോക്കുകയാണെങ്കിൽ നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒത്തിരി സംരംഭങ്ങൾ. കാരണം മഞ്ഞാക്കലച്ചൻ്റെ കൈകൾ എപ്പോഴും വിടർന്നാണ് ഇരിക്കുന്നത്. ഒരിക്കലും ഒരു കാര്യവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇന്നു വരെ പോയിട്ടില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ട്, ദുഃഖമുണ്ട്, വിഷമമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞാക്കലച്ചൻ്റെ കൈകൾ എപ്പോഴും വിടർന്നാണ് ഇരുന്നത്. എത്രയോ മനുഷ്യർ മഞ്ഞാക്കലച്ചൻ്റെ കാരുണ്യത്തിൽ ഇന്ന് കാരുണ്യം കൊണ്ട് ജീവിച്ചു പോകുന്നു എന്ന് നമുക്കാർക്കും അറിയത്തില്ല. മഞ്ഞാക്കലച്ചനത് ആരോടും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇന്നേ ദിവസം മഞ്ഞാക്കലച്ചൻ എത്ര പേരെ സഹായിച്ചു, എത്ര കെട്ടിടങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കണ്ടെത്തി എന്നുള്ളതല്ല ഇവിടെ. മഞ്ഞാക്കലച്ചനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എത്ര മനുഷ്യരെ ദൈവകരങ്ങളാൽ സ്പർശിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ അവസരത്തിൽ നാം ആലോചിക്കേണ്ടതും നമുക്ക് അഭിമാനിക്കാനുള്ള വക തരുന്നത്. ഒരു പുരോഹിതൻ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത് മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സ്പർശിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കറിയാം മഞ്ഞാക്കലച്ചൻ്റെ പൗരോഹിത്യ ജീവിതം എന്തുമാത്രം അർത്ഥവത്തുള്ളതായിരുന്നു. എത്ര മനുഷ്യരെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് മഞ്ഞാക്കലച്ചന് ദൈവകരങ്ങളാൽ സ്പർശിക്കുവാൻ സാധിച്ചു എന്ന്. അവസാനമായി പ്രിയപ്പെട്ടവരെ, ഒരു ജൂബിലി ആഘോഷം മഹത്വപ്പെടുത്തലിൻ്റെ പാതയാണ്. നമുക്കറിയാം, മാതാവും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ സമയം മാതാവിനോടും നമ്മുടെ പരിശുദ്ധ അമ്മയോടും മാലാഖ ദൈവദൂതൻ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ അമ്മയാകാൻ പോകുന്നു, അതിനൊരടയാളമായി നിന്റെ കസിൻ എലിസബത്തും ഗർഭിണിയാകും. മാതാവ് തൻ്റെ ബന്ധുവായ എലിസബത്തിൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലുമ്പോൾ ആ അടയാളം എലിസബത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ആദ്യമായി ഭൂമിയിൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിച്ചപ്പോൾ മാതാവ് തൻ്റെ സ്തോത്രഗീതം കൊണ്ട് ഉള്ളിൽ നിന്ന് പാടുന്ന ആ പാട്ട് നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമാണ്. ഇന്നേ ദിവസം മഞ്ഞാക്കലച്ചനോടുകൂടി നമുക്കെല്ലാവർക്കും പാടേണ്ട ഒരു ഗീതമാണ് ആ സ്തോത്രഗീതം. ദൈവം മഞ്ഞാക്കലച്ചനിലൂടെയും മറ്റുള്ളവർക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക്, വരങ്ങൾക്ക് നന്ദി സൂചകമായി നമുക്കും ഇന്നേ ദിവസം ആ സ്തോത്രഗീതം ഏറ്റുപാടാം. പ്രിയപ്പെട്ടവരെ, ഒരു ജൂബിലി ആഘോഷം ഒരു ഓർമ്മയാണ്. ഓരോ വ്യക്തിയെയും ദൈവം സ്പർശിച്ചതിൻ്റെ ഓർമ്മയാണ്. ഇത്രയും കാലം ദൈവം വിശ്വസ്തയോടെ ഓരോ വ്യക്തിയുടെയും കുറവുകളിലും കുറ്റങ്ങളിലും അവനെ ഒരു കാരണവശാലും കൈവിടാതെ വിശ്വസ്തയോടെ അവനെ അനുഗമിച്ചതിൻ്റെ ഒരു ഓർമ്മയാണ്. ഓരോ ജൂബിലി ആഘോഷവും മഹത്വപ്പെടുത്തലിൻ്റെ ഒരു ഓർമ്മയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യം ചെയ്തു, എന്നിലൂടെ ദൈവം മറ്റുള്ളവർക്ക് വലിയ കാര്യം ചെയ്തു, അതിൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ സംതൃപ്തി കണ്ടെത്തി, ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് ആ മഹത്വത്തിൻ്റെ ഗീതം പാടുന്നതിനുള്ള ഒരു അവസരമാണ്. ഒരു ജൂബിലി ആഘോഷം തിരിഞ്ഞുനോട്ടത്തിൻ്റെ, അവലോകനത്തിൻ്റെ,
തിരിച്ചറിവിൻ്റെ കൂടെ സമയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യരായ നമ്മൾ അർഹിക്കാത്ത, വിലമതിക്കാത്ത ഒരു ദാനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. 25 വർഷമെങ്കിൽ 25 വർഷം, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, 50 വർഷമെങ്കിൽ 50 വർഷം തിരിഞ്ഞു നോക്കുക, അവലോകനം ചെയ്യുക, തിരിച്ചറിയുക, പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക, നമ്മുടെ കുറവുകൾക്കും തെറ്റിനും വേണ്ടി ഒരു പുനരർപ്പണത്തിനു വേണ്ടി മുതിരുക. അതാണ് ഒരു ജൂബിലി ദിവസത്തിൽ സന്തോഷം. ഇന്ന് നമ്മളോടെല്ലാം ഒപ്പം കൂടി മഞ്ഞാക്കലച്ചൻ തൻ്റെ പൗരോഹിത്യ ജീവിതം ഒരിക്കൽ കൂടി പുനരർപ്പിക്കുന്നതിനു കൂടി നാം സാക്ഷികളാണ്. ഇന്നേ ദിവസം നമുക്കെല്ലാവർക്കും അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ലിയോ 13 മാർപ്പാപ്പ തൻ്റെ 93 പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി മാർപ്പാപ്പയോട് പറഞ്ഞു, അങ്ങ് ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കണം, അങ്ങേക്കൊരു 100 വയസ്സിൻ്റെ ആയുസ് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. ഇത് 93 വയസ്സായിരുന്നെന്ന് ഓർത്തോണം. അപ്പം ലിയോ മാർപ്പാപ്പ പറഞ്ഞു, ദൈവപരിപാലനയ്ക്ക് പരിധി നിശ്ചയിക്കാൻ നാം ആരാണ് എന്ന്. നമുക്കും ഇന്നും മഞ്ഞാക്കളച്ചനോട് പറയുവാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ദൈവപരിപാലനയ്ക്ക് നമ്മളിനി ഒരു 50 കൊല്ലം 150 കൊല്ലം എന്ന് പറഞ്ഞ് ദൈവപരിപാലനയ്ക്ക് നമ്മളാരും പരിധി നിശ്ചയിക്കേണ്ട. ദൈവപരിപാലനയിൽ മഞ്ഞാക്കലച്ചന് വേണ്ടിയിട്ട് ദൈവം എന്ത് ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് അർത്ഥവത്തായി പൂർണ്ണമായി മഞ്ഞാക്കലച്ചനിലൂടെ ഭവിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ വിയാനി ഒരിക്കൽ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൽ എന്നും എപ്പോഴും വസന്തകാലമായിരിക്കുമെന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, മഞ്ഞാക്കലച്ചൻ്റെ ഹൃദയത്തിൽ എല്ലാ അനുഭവങ്ങൾക്കും ഉപരിയായി, എല്ലാത്തിനും ഉപരിയായി എന്നും ആയിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന, മറ്റാരേക്കാളും ദൈവത്തെ സ്നേഹിക്കുവാൻ അറിയുന്ന, പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മഞ്ഞാക്കലച്ചൻ. ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ച, ഈ മുഹൂർത്തത്തിൽ ഞങ്ങളെല്ലാവരും ചാരിതാർത്ഥ്യപ്പെട്ടവരാണ്, ചാരിതാർത്ഥ്യമുള്ളവരാണ്. കാരണം ഇന്നേ ദിവസം അച്ഛനോടൊപ്പം ഈ കുർബാന അർപ്പിക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നതിനും അച്ഛൻ്റെ പുനരർപ്പണത്തിൽ ഞങ്ങളെല്ലാവരും സാക്ഷിയാകുന്നതിനും ഉള്ള ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകുന്നതിനുള്ള ഞങ്ങൾക്കുള്ള അനുഗ്രഹത്തിനും ഞങ്ങളെ അതിലേക്കായി ക്ഷണിച്ചതിനും അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം അച്ഛനെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ കരങ്ങൾ വഴി ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഇനിയും ധാരാളം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും